ഓക്കെ, എന്തായാലും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നീക്കോ ഞാച്ചയിലേക്ക് എത്താം. എങ്ങനെയായിരുന്നു അതിലേക്കുള്ള എൻട്രി? ഞാൻ അതിനു മുമ്പ് ഒരു സിനിമയിൽ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ സിനിമയുടെ ഓഡീഷൻ നടക്കുന്ന സമയത്ത് ദൂരയുടെ അസോസിയേറ്റ് ഡയറക്ടർ ഒരു ജിയോ ഉണ്ടായിരുന്നു. ജിയോ നീക്കോ ഞാച്ചയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ. അപ്പോൾ ജിയോ ആണ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനൊരു ഇത് നടക്കുന്നുണ്ട്, ഒന്ന് പോയി അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ പോയി ഗിരീഷ് ചേട്ടനെ കണ്ടു. ഗിരീഷ് ചേട്ടൻ കുറച്ച് സീൻസൊക്കെ ചെയ്യിപ്പിച്ചു, 2-3 സീൻസ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് പിന്നെ പറയാമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ വീണ്ടും വിളിപ്പിച്ചു, വീണ്ടും 1-2 സീൻസ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് അങ്ങനെയാണ് സംഭവം അത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് റെഡിയാക്കി. എൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതൊരു ആ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു പുതിയ അധ്യായമാണ് മലയാള സിനിമക്ക് അല്ലേ? കാരണം പ്രത്യേകിച്ച് നീക്കോ ഞാച്ച എന്നൊക്കെ പറഞ്ഞ സിനിമ ഇറങ്ങുമ്പോൾ നമുക്കൊരു സംശയം, ഇത് എന്തായിരിക്കും, നിന്നെയും കൊല്ലും ഞാനും ചാവും. അപ്പോൾ ഇതിപ്പോൾ കൊല്ലലാണോ ചാവലാണോ എന്താണ് പരിപാടി? പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോൾ ആക്ച്വലി ദാറ്റ്സ് എ വെറൈറ്റി ആണ്. കാരണം നമ്മളൊന്നും കാണാത്തൊരു കഥ, പക്ഷെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള സംഭവം. അതിൽ അഭിനയിക്കുമ്പോഴാണെങ്കിൽ കുറച്ചുകൂടി കോമഡിയും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. എല്ലാം പഞ്ചിങ് കോമഡി ഇല്ലെങ്കിലും ആ സിറ്റുവേഷണൽ കോമഡി എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സിനിമയിലെ ഷൂട്ടിംഗ് അനുഭവം എങ്ങനെയായിരുന്നു? അത് ഒരു എന്താ പറയുക, നമ്മൾ സിനിമയെ മോഹിച്ച് നടന്ന ഒരു സമയമുണ്ട്. ഒരുപാട് സിനിമയെ ആഗ്രഹിച്ച അപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് അഭിനയിക്കുമ്പോൾ പേടി തോന്നിയിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്ക് പേടി തോന്നിയിട്ടില്ല. ഒട്ടും പേടി തോന്നിയിട്ടില്ല. ഒറ്റ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ഡയറക്ടറും അല്ലെങ്കിൽ ആ ക്രൂ ഹാപ്പി ആണോ എന്നുള്ളത് മാത്രമേ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അല്ലാതെ എനിക്ക് പേടി തന്നെയായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ വഴി, അതാണ് എൻ്റെ ഒരു ഫൈനലി എനിക്ക് എത്തേണ്ടിയിരുന്ന സ്ഥലം. അപ്പോൾ അവിടെ എനിക്ക് പരാജയപ്പെടാൻ വേറെ എന്നുള്ളൊരു അവസരം അവിടെ എനിക്കില്ല. സോ ഹാഡ് ടു ഡു ഗുഡ് എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ ഒരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം അതിനിപ്പം ഞാൻ ഒരുപാട് ഇഷ്ടം ഉള്ള 2 സംവിധായകരാണ്, ശ്യാമപ്രസാദ് സാറും ലാൽജു സാറും. ഇവരുടെ 2 പേരുടെയും ശിഷ്യനാണ് ഗിരീഷ് ചേട്ടൻ. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു പുള്ളിയായിട്ട് വർക്ക് ചെയ്യാൻ. പുള്ളിക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെ വേണം, ക്യാരക്ടർ ഇങ്ങനെ വേണം. അപ്പോൾ അത് കൂടുതൽ കേൾക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പുള്ളി പറയുന്നത് കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പുള്ളിയുടെ ആവശ്യങ്ങൾ അറിയാം. അപ്പോൾ അത് നമ്മളെ കൂടുതൽ ഗ്രൂം ചെയ്യാനും അല്ലെങ്കിൽ ആ ക്യാരക്ടറിലേക്ക് വീഴാനും നമ്മളെ സഹായിക്കും. അപ്പോൾ തുടക്കമൊക്കെ ചില സംഭവങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം പോയി ഗിരീഷനോട് ചോദിക്കും ഓക്കെ ആയിരുന്നു ചോദിക്കും. ഇന്നത്തെ പറഞ്ഞു ഓക്കെയാണ്, ഒരു 2 ദിവസം റെഡി ആയിക്കണം, കുഴപ്പമില്ല. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പുള്ളീൻ്റെ അടുത്ത് അങ്ങനെ ഒന്നും അങ്ങനെ ഒരു പ്രോബ്ലം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, ശരിയായിട്ടില്ല എന്നോ അല്ലെങ്കിൽ ഒന്നും. ഞാൻ വളരെ പ്രിപ്പയർഡ് ആയിട്ടുമാണ് ആ സിനിമ ചെയ്തത്. ലൈക്ക് ആ ഒരു മൂഡിൽ തന്നെ നിൽക്കാൻ പറഞ്ഞു കഴിവതും. ലൈക്ക് ആ ഒരു ക്യാരക്ടർ ഭയങ്കര കൂൾ അങ്ങനത്തെ വെറുതെ അൺനെസറി ടെൻഷൻ അങ്ങനെയൊന്നും ഇല്ലാണ്ട് റിലാക്സ് ചെയ്ത് ഒരു കൃത്യമായ മെസ്സേജ് കൊടുക്കുന്നുണ്ട് അതിൽ. ഈ ഗോവയിൽ പോകുന്ന എല്ലാ ചെറുപ്പക്കാർക്കും ഉള്ളൊരു മെസ്സേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അടിച്ചു പൊളിക്കാൻ പോകുന്നത്, അതായത് ഒന്നും പറയുന്നില്ല, എല്ലാം കള്ളത്തരമാണെന്ന് ഫൈനലിൽ തെളിയുന്നുണ്ട് എങ്കിൽ കൂടി ഗോവയിലോട്ട് പോകുന്ന നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഗോവയിലോട്ടല്ലേ ചെല അപ്പൊ അങ്ങനെ ഒരു മെസ്സേജ് ഇതിൽ കൂടി പാസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഗോവയെന്ന് മാത്രമല്ല, ചില സ്ഥലങ്ങളിലേക്ക് ആൾക്കാർ പോവുകയാണെങ്കിൽ ഒരിക്കലും ഈ ആണല്ലേ ഇങ്ങനെ ചോദിക്കില്ല, ഓ എന്നുള്ള രീതിയിലേ ചോദിക്കുള്ളൂ. ഇപ്പൊ ഗോവയായിരിക്കും, മലേഷ്യ ആയിരിക്കും, അല്ലെങ്കിൽ തായ്ലൻഡ് ആയിരിക്കും, ഏത് സ്ഥലങ്ങളാണെങ്കിലും ഇപ്പൊ ഒരു കള്ളലാക്കോട് കൂടിയ ആളെ തീർച്ചയായിട്ടും ചിലടത്ത് പലരും ഇത് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് അവര് പിന്നീട് ഗോവയിൽ പോയിട്ട് അവർക്ക് ഇങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള സിറ്റുവേഷൻസ് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭയങ്കര ടെൻഷനാണ്. അത് കഴിഞ്ഞ ശേഷം ഗോവക്ക് പോകാൻ പറ്റുന്ന പറഞ്ഞാൽ എപ്പോഴും നമ്മൾ പേടിക്കേണ്ട സംഭവമാണ്. എവിടെന്നാണ് പണി ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇതിനു മുമ്പ് കോളേജ് ടീമിന്റെ കൂടെ ഗോവക്കൊക്കെ പോയിട്ടുണ്ടോ? അന്നേരം ഇത്രക്കില്ലെങ്കിൽ കൂടി തല്ലുവിളിത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായി കാണുമല്ലോ. തല്ലുവിളിത്തരങ്ങൾ അധികം ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ കോളേജിൽ നിന്ന് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ MBA കഴിഞ്ഞിട്ട് കഴിയുന്ന ദിവസമാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ചുപേര് പോയിട്ട് ഞങ്ങളുടെ കൂടെ കുറച്ച് ഞങ്ങളുടെ ഫ്രണ്ട്സ് പെൺകുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് ഒരുപാട് തല്ലുപിടുത്തങ്ങൾ കാണിക്കാൻ അങ്ങനെ പറ്റിയിട്ടില്ല. ബട്ട് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ജേണി ആയിരുന്നു. ലൈക്ക് ഞങ്ങളുടെ കോളേജിന്റെ ലാസ്റ്റ് ഒരു ശരിക്കും അതൊരു അത് ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. അത് ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാണോ അവരൊക്കെ ആയിട്ട് ഇപ്പോഴും കൂട്ടുണ്ടോ കണക്ഷൻ? എല്ലാവരും ത്രൂ ഫേസ്ബുക്ക് ആണോ അല്ലെങ്കിൽ FB അല്ലെങ്കിൽ കോൾസ്? അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ മലയാള സിനിമയിൽ നല്ലൊരു റോളൊക്കെ ചെയ്ത് എന്താ പറയുക, നമ്മളിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷം ഉണ്ടായി കാണും. അപ്പോൾ നിങ്ങളിപ്പോൾ വീണ്ടും ആ കൂടുമ്പോഴൊക്കെ ഒരു ഗെറ്റ് ടുഗദറിൻ്റെ സമയത്തൊക്കെ സഞ്ജുവിന് തോന്നാറുണ്ടോ അങ്ങനെ അവരുടെ കൂട്ടത്തിലേക്ക് ഇരിക്കുമ്പോൾ ഞാൻ കുറച്ച് എവിടെ എത്തിപ്പെട്ടു അങ്ങനെ ഒരു ഫീൽ ഉണ്ടോ? ഇല്ല, അത് അങ്ങനെ വരാറില്ല. ഇവർക്ക് അന്ന് മുതലേ എൻ്റെ ഈ ആഗ്രഹങ്ങളും കാര്യങ്ങളും അറിയാം. പിന്നെ ക്ലാസ്സിലിരിക്കുമ്പോഴാണെങ്കിലും ഏത് സമയം ഇത് തന്നെ പറഞ്ഞുകൊണ്ട് ഈ സിനിമയുടെ കാര്യം തന്നെ. ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നപ്പോഴേ ഏത് സിനിമ അവിടെ മലയാളം റിലീസായാലും ഞങ്ങൾ ഒരു 3-4 പേരുണ്ട്. ഞങ്ങൾ എങ്ങനെ വന്നാലും പോയി കാണും. അല്ലെങ്കിൽ ഫുൾ ടൈം ചർച്ച സിനിമയായിരുന്നു. അപ്പോൾ അങ്ങനെ അറിയാം ഇത് തന്നെയായിരുന്നു എൻ്റെ താല്പര്യം. പക്ഷെ അതിലേക്ക് വന്ന് പെട്ടുകൊണ്ട് അവർക്ക് ഒരുപാട് സന്തോഷമുണ്ട്.
എത്ര എക്സ്പ്രസ് ചെയ്യുന്നതിനേക്കാളേറെ സന്തോഷം അവർ എക്സ്പ്രസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അതിലേക്ക് എത്തി ഇപ്പോഴും ഈവൻ പല ആൾക്കാരും FB-യിലാണെങ്കിലും ഓരോ പോസ്റ്റിനും അല്ലെങ്കിൽ ഇതൊക്കെ നന്നായി വരുന്നു എന്ന് അറിയുന്നത് ചിലർ കാണാറില്ല. കാരണം മറ്റുള്ള സ്റ്റേറ്റ്സ് എന്നുള്ളവരൊക്കെയാണ്. അപ്പോൾ അവർ പക്ഷെ എന്നാലും അവർ ഈ റെസ്പോൺസ് ഒക്കെ കണ്ടിട്ട് അവർ ഭയങ്കര ഹാപ്പിയാണ്. അത് ഭയങ്കര നമുക്കൊരു നല്ല ഈ 1983 എന്ന സിനിമയിൽ അത്യാവശ്യം മുറുക്കിയിട്ടാണ് കൂടുതലും സംസാരം തോന്നുന്നു അല്ലേ? അതിന് വേണ്ടിയിട്ട് മുറുക്ക് പഠിക്കേണ്ട വന്നു അല്ലെങ്കിൽ ഉള്ളതാണ്? ഇല്ലില്ല, മുറുക്കുന്ന എൻ്റെ ചേട്ടൻ മുറുക്കായിരുന്നു, എൻ്റെ അമ്മ. അപ്പോൾ ചെറുപ്പത്തിൽ അപ്പോൾ അവരുടെ നിന്നൊക്കെ ഞാൻ പണ്ട് ചെറുപ്പത്തിലൊക്കെ വെറുതെ വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ ചോക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ വെറുതെ ഒന്ന് മുറുക്കായിരുന്നു. അപ്പോൾ കാരണം ആ ചുമന്നത് വേറൊരു രസമാണല്ലോ. എനിക്ക് ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു ഇപ്പം മായമയൂരത്തിൽ ലാലേട്ടൻ മുറുക്കുന്ന അതൊരു രസമാണ് കാണാനായിട്ടും. അത് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഏറ്റവും സുന്ദരനായിട്ട് സംഭവമാണ്. അപ്പം എനിക്ക് ഭയങ്കര ആ ഒരു ഇപ്പോഴും ഞാൻ എപ്പോഴും പലപ്പോഴും ആലോചിക്കാറ്. അതേപോലെ ചന്ദ്രോത്സവത്തിലുണ്ടെന്ന് തോന്നുന്നു ഒരു സീക്വൻസിൽ പുള്ളി നാച്ചുറലാണ്. അപ്പൊ അത് നമുക്ക് എന്താ പറയുക ഭയങ്കര ഇഷ്ടമുള്ളത്. ഇപ്പം ഈ ഇങ്ങനൊരു കഥാപാത്രം നാടൻ ക്യാരക്ടർ വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് സംബന്ധിച്ചെങ്കിൽ ഓക്കെ മുറുക്കി കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ സഞ്ജുവിന്റെ തോന്നി അങ്ങനെയാണോ? ഞാൻ അല്ല, ആക്ച്വലി ഞാൻ അങ്ങോട്ട് ഷൈൻചേട്ടനോട് ചോദിക്കായിരുന്നു. കാരണം ആദ്യം താടി വെക്കാം എന്നുള്ളത് പ്ലാൻ ചെയ്തു. അപ്പോൾ നല്ലപോലെ താടി വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ താടി ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ചോദിച്ചു മുറുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം നമുക്ക് കുറച്ച് പോർഷൻസ് ഇപ്പം ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ക്യാരക്ടറിനെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ഒരു ഷൂട്ട് എന്നുള്ള ഫീല് നമുക്ക് വരില്ല. നമ്മൾ വേറെ നമ്മുടെ ക്യാരക്ടറിൻ്റെതായ കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവ് ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു മുറുക്കി തുടങ്ങാന്ന് വെച്ചു. പക്ഷെ അതിന് വേണ്ടി ഞാനൊന്ന് മുറുക്കി കുറച്ച് ദിവസം മുമ്പ് ഒന്ന് മുറുക്കി നോക്കി. പക്ഷെ എൻ്റെ വായെല്ലാം പൊള്ളി, ചുണ്ണാമ്പ് അല്പം കൂടി വായ പൊള്ളി. ഒരു 2-3 ആഴ്ചയോളം പിന്നെ ലിക്വിഡ് ഫുഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഒരു സാധനം ചവയ്ക്കാൻ പറ്റില്ല. ഇവിടെ 2 ഭാഗവും പൊള്ളിയിട്ട്. പിന്നെ ഷൂട്ട് സമയത്താണെങ്കിലും നമ്മൾ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി ചിലപ്പോൾ 2-3 തവണ മുറുക്കണം. ഈ മുറുക്കാൻ വായിട്ട് നമ്മളിങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ തുപ്പിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഷോട്ട് എടുത്തൊക്കെ വരുമ്പോഴത്തേക്കും വീണ്ടും അപ്പോൾ പല സീക്വൻസിലും ഞാൻ മുറുക്കാനില്ലാതെയാണ് ഞാൻ ആക്ച്വലി കാരണം വെച്ചാൽ ഇത്ര നേരം വീണ്ടും 4 ചുവട്ടം മുറുക്കുന്ന. പക്ഷെ ഒന്നും അറിയാൻ പറ്റിയിട്ടില്ല, കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആരും അത് കണ്ടുപിടിക്കില്ല. അപ്പോൾ എന്താണ് അടുത്ത പ്രൊജക്ട് ഏതാണ്? 1983 വളരെ വിജയകരമായിട്ട് തിയേറ്ററിൽ പ്രദർശനം തുറന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ദിവസം 100, 200, 300 ദിവസത്തെ അടുത്ത പ്രൊജക്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്താണ് ചെയ്യുന്നത്? അടുത്തത് റിലീസ് ആവാനുള്ളത് 100 ഡിഗ്രി സെൽഷ്യസ് എന്നൊരു പടമാണ്. അത് രാകേഷ് ഗോപൻ എന്ന് പറഞ്ഞ പുതിയ ഡയറക്ടറാണ്. ബാക്കിയുള്ളതെല്ലാം സേതു എന്ന് പറഞ്ഞിട്ടുള്ള മൈനയിൽ ചെയ്തിരുന്ന സേതു, ദെൻ ശ്വേത, ഭാമ, അനന്യ, അങ്ങനെ ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ്. ദെൻ അതിനുശേഷം ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് വിഷ്ണു എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഡയറക്ടറാണ് ചെയ്യുന്നത്. ഡോഗ്സ് എന്നാണ് പടത്തിൻ്റെ പേര്. അതൊരു ഫൺ സിനിമയാണ്. ഒരു നീക്കോ ഞാച്ചയല്ല, അതിലെ ക്യാരക്ടറല്ലെങ്കിലും അതിൻ്റെ ഒരു കുറച്ചുകൂടി റഫർ പാറ്റേണിലുള്ള ഒരു സാധനമാണ്. കുറച്ചുകൂടി ഒരു പക്ക ഫൺ സിനിമയാണ്. പിന്നെ വേറെ ഒരു ജിത്തിൻ എന്ന് പറഞ്ഞിട്ടൊരു കൂടുതലും പുതിയ ഡയറക്ടേഴ്സാണ്. ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ളത് ഞാൻ പഴയ 6 സിനിമകൾ ചെയ്തിട്ടുണ്ട്. 5ഉം പുതിയ ആൾക്കാരുടെ പുതിയ ആൾക്കാർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സഞ്ജുവിനെ. തമിഴിലൊക്കെ എങ്ങനെയാണ് അവസരങ്ങൾ വരുന്നുണ്ടോ, നോക്കുന്നുണ്ടോ? കാരണം ഇപ്പോൾ ഈ ഒരു പല സിനിമകളും നമ്മുടെ മലയാളത്തിൽ നിന്ന് നല്ലതായിട്ട് അത്യാവശ്യം ഒരു പ്രദർശന വിജയം നേടിക്കഴിയുമ്പോൾ നേരെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥയാണ് തമിഴുകാരുണ്ട്. അപ്പോൾ തമിഴണ്ണന്മാരുണ്ടായിട്ട് വേറെ രീതി ചെയ്യാണെന്ന്. അപ്പോൾ അങ്ങനെ 1983 കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ സാധാരണ വരേണ്ടതായിരുന്നു ഒരു കോപ്പറേറ്റിന് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ഒരു റോള് കിട്ടിക്കഴിഞ്ഞാൽ തമിഴിലാണെങ്കിലും സഞ്ജുവിന് ഒരു ഇൻട്രസ്റ്റ് എവിടെയാണ് ഇത് എവിടെ പോയി കഴിഞ്ഞാൽ ജീവിക്കാൻ ആർക്കുമില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഏകദേശം സമയം അവിടെ കഴിയാറായിരിക്കണം. സഞ്ജുവിന് എന്താണ് നമ്മുടെ 1TV പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ? എന്താ ഇപ്പോൾ എല്ലാ ചാനലും നമ്മളിങ്ങനെ ഇങ്ങനെ പറയാറുണ്ട്. സഞ്ജുവിന് നാണം കുണിങ്ങാണോ? അല്ല, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴേ ആക്ച്വലി ഈ സംഭവം എന്ന് വെച്ചാൽ വളരെ 1983 എന്താ ഡയലോഗ്, എന്താ ഒരു ബോൾഡാണ്. ഇപ്പൊ ആള് വന്നിരുന്നിട്ട് ഒന്നും പറയാനില്ല. ഞാൻ എന്താ പ്രേക്ഷകരോട് പറയേണ്ടതെന്ന് വെച്ചപ്പോ അത് പിന്നെ എനിക്ക് ഞാനെന്താ അല്ല, അതെന്ന് വെച്ചെങ്കിൽ എല്ലാവരും ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നത്. ഇപ്പോ സാധാരണ നമ്മൾ പറയുമല്ലോ, ഇപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യുക, എന്നെ പിന്തുണയ്ക്കുക, സഹകരിക്കുക, അതുപോലെ അത് തീർച്ചയായിട്ടും. ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഇപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യുന്നല്ലോ, മലയാള സിനിമയുടെ ഒരു പുതിയ ഒരു കാലഘട്ടത്തെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇപ്പം എനിക്ക് ഇപ്പോഴും വിഷമം തോന്നുന്ന ഒരു സംബന്ധം വെച്ചാൽ നമ്മൾ മലയാളികൾ മറ്റുള്ള ലാംഗ്വേജിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഒരിക്കലും ഇപ്പം തമിഴിൻ്റെ കാര്യം പറഞ്ഞു. ഈ തമിഴ് സിനിമയ്ക്ക് ഇവിടെയുള്ള സ്വീകാര്യത ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഒരു തമിഴിലെ പുതിയ സംവിധായകന് ഏത് സബ്ജക്റ്റ് ചെയ്ത് ഇവിടെ അവതരിപ്പിക്കാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ ഒരു സംവിധായകൻ ഒരു പുതിയ സബ്ജക്റ്റ് ചെയ്ത് അവതരിപ്പിക്കും. ഇപ്പം നീക്കോ ഞാച്ച ചെയ്യുന്ന സമയത്താണെങ്കിലും മനുഷ്യൻ ഒരുപാട് ഈ പറയുന്ന പോലെ നെഗറ്റീവ് കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. എന്താണ് അതിങ്ങനെ ഷൂട്ട് സമയത്ത് തന്നെ ആൾക്കാർക്ക് ഒരു അക്സെപ്റ്റൻസ് ലെവൽ ഇല്ല എന്നുള്ളത്. അപ്പോൾ
അത് തെളിഞ്ഞു തെളിഞ്ഞു മനസ്സിലായി. അപ്പൊ അതുപോലെ ഒരുപാട് ടാലൻസ് ഇവിടെയും ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത്, ഐ മീൻ ആ പടം ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒട്ടും അതിനോടൊരു ഇത് കാണിക്കുന്നില്ല. പക്ഷെ അത് തമിഴിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, അവിടെ നിന്ന് ഇവിടെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതുണ്ടാവുന്നു. തമിഴ് ഒരു പടം ഇവിടെ റിലീസ് ചെയ്യുമ്പോൾ 120, 130 തിയേറ്റർ റിലീസ് ചെയ്യുന്നു. ഇവിടെ ഒരു നല്ല പടം റിലീസ് ചെയ്യാൻ വേണ്ടി ഒരു 30 തിയേറ്റർ കഷ്ടി കിട്ടുന്നില്ല, അല്ലെങ്കിൽ 10 തിയേറ്റർ കിട്ടുന്നില്ല. ഒരു വലിയൊരു ഉദാഹരണം, എനിക്ക് ഇഷ്ടമുള്ള ഒരു സിനിമയാണ് മെയിൽ വിലാസം എന്ന് പറയുന്ന സിനിമ. ഒരു ഒറ്റ റൂമിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു സിനിമയാണ്. ഭയങ്കര ടച്ചിങ് ആയിട്ട്, കാരണം വേറെ വിഷ്വൽസ്, വേറെ സീൻസ് ഇല്ല, എല്ലാം ഒരു കോർട്ട് റൂം ട്രയലാണ്. ആ സംഭവം അത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് അതിനകത്ത്. പാർത്ഥിപൻ ഭയങ്കര ഗംഭീര പെർഫോമൻസ്, സുരേഷ് ഗോപി, എല്ലാം ഭയങ്കര നല്ലൊരു സിനിമയാണ്. പക്ഷെ അതിവിടെ ആരും അംഗീകരിച്ചിട്ടൊന്നുമില്ല. അതിനുശേഷം CD എടുത്തിട്ടും ഒക്കെ ആയിട്ട് പല ആൾക്കാരും കണ്ടു. ഞാൻ അത് കുറേ തവണ കണ്ടിട്ടുണ്ട്, ഞാൻ ആ സിനിമ കുറേ പേരെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് തമിഴിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിലും വലിയ ഹിറ്റാണ്. ആ പഞ്ചിങ് ഡയലോഗ്സും ആ ഒരു സീനറി എല്ലാം കൊണ്ടും എനിക്കൊന്നും അതിലൊരു നല്ലൊരു തീമുണ്ട് ആ ഒരു സിനിമയിൽ തന്നെ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രവണത കാണിക്കാതെ നല്ല മലയാളം സിനിമകളെ സപ്പോർട്ട് ചെയ്യുക. ഒരു വേറെ എവിടെ ചെന്നാലും മലയാളികൾക്ക് ഇത്ര സപ്പോർട്ടൊന്നും കിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ നോർത്തിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടുത്തെ ആൾക്കാർ വലിയ സപ്പോർട്ടൊന്നും തരില്ല, കാരണം അവൻ അവിടുത്തെ സൗത്ത് നിന്നാണെന്നൊക്കെ പറയുന്നത്. നമ്മളെങ്കിലും നമ്മുടെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത്, സ്വന്തം ആൾക്കാരെ കണ്ടില്ലെന്ന് എടുക്കരുത്. ഓക്കെ, ഒരു കാര്യം കൂടി, വേറെ ഏതെങ്കിലും മേഖല, ഐ മീൻ ഇതല്ലാതെ, ഇപ്പോൾ ആക്ടിങ് അല്ലാതെ സ്ക്രിപ്റ്റിങ്ങോ അല്ലെങ്കിൽ സിംഗിങ്ങോ എന്തെങ്കിലും? ഇല്ല, ഞാൻ ഡബിങ് ചെയ്യാറുണ്ട്. നമുക്ക് ഇവിടെ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അവരോടൊന്നുമില്ല. അത്യാവശ്യം ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ്. പാട്ടുകളൊക്കെ ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ്. ഒരു ഡ്രീം റോള് എന്തായിരിക്കണം എന്നാണ് മനസ്സിലുള്ളത്? ഒരു നല്ലൊരു കഥാപാത്രം ചെയ്യാൻ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാടുണ്ട്, എങ്കിലും ആ ഒരു കഥാപാത്രം എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു കഥാപാത്രം ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതിപ്പം പലപ്പോഴും മോഹങ്ങൾ ആണത്. അല്ല, എനിക്ക് താല്പര്യം, ഇൻട്രസ്റ്റ് കുറച്ചുകൂടി നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്ത് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ കിട്ടിയാൽ സന്തോഷമാണ്. ഇപ്പം ഇതിനകത്ത് ബാബുക്കുട്ടൻ എനിക്ക് അങ്ങനത്തെ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തരുന്നതാണ്. ഇപ്പം നീക്കോ നാശ കുറേയൊക്കെ ഞാൻ എങ്ങനെയാണോ അതിൻ്റെ കുറേ മാനറിസംസ് ആയിരുന്നു അതിനകത്ത്. പക്ഷെ ബാബുക്കുട്ടനിൽ എന്ന് വേറൊരു സംഭവമായിരുന്നു. അപ്പം അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം വലിയ നടന്മാർ നമ്മുടെ ഇവിടെ ചെയ്തിട്ടുള്ള പോലെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വലിയ സന്തോഷം. അപ്പോൾ എന്തായാലും നീക്കോ നാശയിലെ ക്യാരക്ടർ സ്വന്തം ക്യാരക്ടറായിട്ട് കുറച്ച് സാമ്യമുണ്ട്. ഒരു കാരണം മാനറിസംസ് ഒക്കെ ഓൾമോസ്റ്റ് എക്സ്പ്രഷൻസും സാധനങ്ങളൊക്കെ അത്യാവശ്യം ഞാൻ അങ്ങനെയാണ്. കൂട്ടുകാർ സൂക്ഷിക്കണം, എന്തെങ്കിലും പ്രശ്നത്തിലാകപ്പെട്ട അപ്പം മാറിപ്പോയിക്കോളും. എന്തായാലും ഒന്ന് സൂക്ഷിച്ചാൽ തൂക്കിക്കണ്ടോ. ഓക്കെ സഞ്ജു, അപ്പോൾ എന്തായാലും നമ്മുടെ എന്താ പറയുക, ഈ ഓൺ ദി സ്പോട്ടിലെത്തിയിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നല്ല നല്ല ക്യാരക്ടർ കിട്ടട്ടെ. ഈ പറയുന്ന 1983 എന്ന ചിത്രം പോലെ തന്നെ മറ്റുള്ള ചിത്രങ്ങളും പ്രദർശന വിജയം നേടട്ടെ. സഞ്ജു ആഗ്രഹിക്കുന്ന പോലുള്ള കഥാപാത്രങ്ങൾ സ്വന്തമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇത്രയും നേരം ഓൺ ദി സ്പോട്ടിൽ വന്ന് വിലയേറിയ സമയം തന്നതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു. ആൻഡ് വൺ TV പ്രേക്ഷകർക്ക് നന്ദി. താങ്ക് യു. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് 1983 ബാബുക്കുട്ടൻ, അതെ സഞ്ജു ആയിരുന്നു, സഞ്ജു ശിവറാം ആയിരുന്നു. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത ഓൺ ദി സ്പോട്ടിൽ മറ്റൊരു ഗസ്റ്റുമായിട്ട് ഞാനെത്തും. സോ ദിസ് ഈസ് സുരാജ് സൈനിങ് ഓഫ് ഫ്രം ഓൺ ദി സ്പോട്ട്.